നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി കുടുംബം. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തി. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ഷാഹിന സലീം. ഉന്നതതല അന്വേഷണം വേണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈരിയ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ആദ്യദിന പരീക്ഷയ്ക്ക് സമ്മിശ്ര പ്രതികരണം. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. വെള്ളൂർ മുക്കടങ്കോളിയിലെ പ്രഭാകര റയ്യാണ് മരിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ കിസാൻ മേള നടത്തി. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പദ്ധതി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുജിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് നാലുത്തടുക്ക സ്വദേശിനി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി കുടുംബം ആരോപിച്ചു. പ്രതികൾക്കെതിരായുള്ള തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും നിരാശയോടെയാണ് മടങ്ങിയത്. ബൈജു രാവൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? വീട്ടില് 9.5 പവൻ ഉണ്ടതുപോലെ എനിക്ക് കയ്യിലായിരുന്നു. എൻ്റെ ഒരിടത്തിൻ്റെ ഐഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ പൈസയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റൂല. ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ ഞാൻ മരിച്ചിട്ട് എങ്ങനെ എൻ്റെ സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് എലിവിഷം കഴിച്ച് നാലുത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മരണമൊഴി ഉൾപ്പെടെ ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും കുടുംബം ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ജസീലയുടെ കുടുംബത്തിന് തൃപ്തികരമായ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചില്ല. ഒരു കാര്യത്തിൽ കാര്യങ്ങളായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞിട്ടില്ല. 13 ദിവസമായി മരിച്ചിട്ട് വീട്ടിലുള്ള ഒരു കാര്യം നമുക്ക് അറിഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി സംഭവത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ ഞാൻ ലൈവായിട്ട് ഫോണിൽ നിങ്ങൾ കണ്ടതല്ലേ. അന്വേഷണ ഉദ്യോഗസ്ഥനോടാണ് ഞാൻ വിളിച്ചത്. 4 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. വരുമ്പോൾ മീഡിയ ഉള്ളതുകൊണ്ട് മീഡിയനോട് സംസാരിച്ചു. അതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോയപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ചത്. പുള്ളി പറയുന്നത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ SP നോട് ചോദിച്ചോളാം. പിന്നെ എന്തിനാ അന്വേഷണ സംഘ തലവനായിട്ട് ഇവിടെ അയാൾ നിയോഗിച്ചിനാരാ? എല്ലാ കാര്യങ്ങളും SP നോട് ചോദിക്കാനാണെങ്കിൽ SP-ൻ്റെ അടുത്ത് തിങ്കളാഴ്ച പോയിരുന്നു. ഞങ്ങൾ ആശങ്ക പറഞ്ഞിരുന്നു. 13 ദിവസമായി മരണപ്പെട്ടിട്ട് ഈ സമയം വരെ പ്രതികളിലേക്ക് എത്തുകയോ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. മൊബൈൽ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. കാരണം മോഷണ കുറ്റമാണ് ഒന്ന് ആരോപിച്ചിട്ടുള്ളത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നൊന്ന്, ഈ 2 പവൻ സ്വർണം ഈ കുട്ടി ജസീല അഫ്രീദി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ, തിരിച്ചു വെച്ചതിൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പിന്നെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഈ മൊബൈൽ കൂടിയിട്ടല്ലേ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ എടുക്കണമെങ്കിൽ ആ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ? ആ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ അഫ്രീദിന്റെ ഉമ്മാന്റെ മൊബൈൽ പിടിച്ചെടുക്കണ്ടേ? ഭർത്താവിന്റെ മൊബൈൽ, ഭർത്താവിന്റെ ഉമ്മയുടെ മൊബൈൽ, പെങ്ങളുടെ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ?
ഇതൊന്നും ചെയ്യാതെ പോലീസ് പിന്നെ തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസമാണ്? മരണമൊഴിയുണ്ട്. ആ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്, സോഷ്യൽ മീഡിയ കൂടി ലോകം മുഴുവനും പ്രചരിപ്പിച്ചതാണ്. നിങ്ങൾ മീഡിയക്കാർ മുഴുവൻ അത് എല്ലാ ചാനലിലും എടുത്തിട്ട് കൊടുത്തതാണ്. ഇത്രയും വലിയൊരു മൊഴി ഉണ്ടായിട്ട് പോലും, വീഡിയോസൊക്കെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും പോലീസ് പറയുന്നു ഞങ്ങൾ തെളിവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഈ കേസ് ആദ്യം എത്തിയത് മോഷണ കുറ്റം എന്നുള്ള FIR ഇട്ടത് ആദൂർ പോലീസ് സ്റ്റേഷനല്ല. ആദൂർ പോലീസിന് അനാസ്ഥ ഉണ്ടായത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതികളുടെ കയ്യിലുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഈ സമയം വരെ അവർ പ്രതികളിലേക്ക് എത്താത്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെയും മരണപ്പെട്ട ജസീലിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആലോചിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നീതി വേണം. ഈ കുട്ടി 4ഉം 6ഉം വയസ്സുള്ള 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ഒരു അമ്മ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജീവൻ കളഞ്ഞത് ഈ സത്യാവസ്ഥ പുറത്തു വരാനാണ്. അതിന് പോലീസ് സഹകരിക്കുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ, അത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രക്ഷോഭങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. ഞങ്ങൾ ആരെയും സംശയത്തിൽ ആദ്യം എടുത്തില്ല. ഞങ്ങൾ പോലീസിനെ വിശ്വാസത്തിലെടുത്തിട്ടാണ് ഇത്രയും ദിവസം മുന്നോട്ട് പോയത്. ഈ 13 ദിവസം നമ്മുടെ മരണപ്പെട്ടിട്ട്, വിഷം കഴിച്ചിട്ട് 5 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മരണപ്പെട്ടിട്ട് 13 ദിവസം കഴിഞ്ഞു. അന്നൊക്കെ 13ാമത്തെ നാളാണ്. ഈ സമയം വരെ ഞങ്ങൾ പോലീസിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യക്ഷമായിട്ടൊന്നും പറയാതെ നിന്നത്. പക്ഷെ ഇതുവരെയായിട്ട് അവരെ കയ്യിലുള്ള തെളിവ് പോലും പിടിച്ചെടുക്കുന്നില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, ആ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പോലും ഇവർ പിടിച്ചെടുക്കുന്നില്ല. മാലമോഷണ ആരോപണത്തിലെ അപമാനഭാരവും ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരനുഭവവും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് ജസീല ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. ആൺസുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. സംഭവത്തിൽ പഴുതടച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സ്വർണം മോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഫെബ്രുവരി 20-നാണ് എലിവിഷം കഴിച്ച് ജസീല ജീവനൊടുക്കിയത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ദൃശ്യം ചിത്രീകരിച്ച് അയച്ചുകൊടുത്തതിനു ശേഷമായിരുന്നു ജസീല ജീവനൊടുക്കിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിദ്യാനഗർ പോലീസാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് വനിതാ ലീഗ് നേതാവും കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സണുമായ ഷാഹിന സലീം. സംഭവത്തിൽ പോലീസിന്റെ കടുത്ത അനാസ്ഥയാണ് ഉണ്ടായതെന്നും ഷാഹിന സലീം KCN ന്യൂസിനോട് പറഞ്ഞു. സ്വർണ്ണ മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനിയായ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വനിതാ സംഘടനകളും ഈ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. വനിതാ ലീഗ് നേതാവും അതേപോലെ തന്നെ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സണുമായ ഷാഹിന സലീമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ ഒരു വിഷയത്തിൽ വനിതാ ലീഗിന്റെ നിലപാട് എന്താണ്? ഞാൻ ആ വീട് മരണത്തിന് ശേഷം സന്ദർശിച്ചിരുന്നു. ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജസീലയുടെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ജസീല പോയിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വലിയൊരു തടസ്സം തന്നെയാണ് അവിടെ നേരിടുന്നത്. തീർച്ചയായിട്ടും പോലീസിൻ്റെ അനാസ്ഥയാണെന്നാണ് കുടുംബക്കാർ ആരോപിച്ചിട്ടുള്ളത്. പോലീസിന്റെ അനാസ്ഥ കൊണ്ട് ഒരു ജീവനൊടുക്കിയ ഒരു യുവതി, തീർച്ചയായിട്ടും 2 പിഞ്ചു മക്കളുടെ ഉമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേക സംഘത്തെ നിയമിച്ചുകൊണ്ട് ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണമായി മുന്നോട്ട് പോകണം. അതില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടപടിയുമായി വനിതാ ലീഗിന്റെ നേതൃത്വത്തിലുള്ള പരിപാടികളും ഒക്കെ നടത്താനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുണ്ടാകണം. പ്രത്യേക അന്വേഷണ സംഘത്തിനെ തന്നെ നിയമിച്ചുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ കുറ്റാരോപിതർ, അതായത് ഈ കുട്ടി വീഡിയോയിൽ പറയുന്ന കുറ്റാരോപിതരെ ചോദ്യം ചെയ്യുവാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല.
അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നാണ്? എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റം ആരോപിച്ചിട്ട് പോലും കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ശക്തമായിട്ടുള്ള ശിക്ഷ നൽകണം. കാരണം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, 2 കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഉമ്മയെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായ നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരുമായി ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവർ സഹകരിക്കുന്നുണ്ട്, അവരുമായി ഞങ്ങളും സഹകരിക്കുന്നുണ്ട്. പാർട്ടിയുടെ പ്രത്യേക തീരുമാനപ്രകാരം ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. എന്തായാലും ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അന്വേഷണത്തിനായി ഒരു ഉന്നതതല സംഘത്തെ തന്നെ രൂപീകരിക്കണമെന്നുമാണ് വനിതാ ലീഗ് നേതാവും അതേപോലെ തന്നെ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സണുമായ ഷാഹിന സലീം പറയുന്നത്. ഈ വിഷയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഷാഹിന സലീം പറയുന്നത് പോലെ തന്നെ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യകതയുണ്ട്. അതേപോലെ തന്നെ ഒരു ഉന്നതതല അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ട ആവശ്യകതയുമുണ്ട്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൻ, KCN ന്യൂസ്, കാസർഗോഡ്. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് രംഗത്ത്. കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈരിയ KCN ന്യൂസിനോട് പറഞ്ഞു. സ്വർണ്ണ മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് നാൽത്തടുക്ക സ്വദേശിനിയായ ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് കേസന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിമൻ ജസ്റ്റിസ് എന്ന സംഘടനയും ജസീലയുടെ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിമൻ ജസ്റ്റിസിൻ്റെ ജില്ലാ അധ്യക്ഷ ജുവൈരിയ നമ്മോടൊപ്പമുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എന്താണ് നമ്മളുടെ ആവശ്യം? ഈ കേസിലുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും യഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. ഞങ്ങൾ ആദൂർ പോലീസ് സ്റ്റേഷനിൽ, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ആദൂർ പോലീസ് സ്റ്റേഷനാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. അവർ ഈ കുട്ടീനെ വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അതിൽ ആ കുട്ടിക്ക് നല്ല പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. കൂടാത്തതിന് ഈ ആരോപിക്കപ്പെട്ടവർ, സ്വർണം മോഷ്ടിച്ചെന്ന് ആരോപിക്കപ്പെട്ട ആ വീട്ടിലെ ഉമ്മയിൽ നിന്നും അവരെ പോലീസ് അന്വേഷിച്ചപ്പോൾ 9.5 പവൻ സ്വർണം കളവ് പോയി എന്ന് ആദ്യം പറഞ്ഞവർ പിന്നീട് 5.5 പവൻ എന്ന് പറഞ്ഞു. അതേപോലെ പോലീസ് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഈ സ്വർണം പോയിനോ ഇല്ലയെന്ന് അറിയത്തി, മോഷണം പോയിനോ ഇല്ലയെന്ന് അറിയത്തി. അതവർ ചെയ്തിട്ടില്ല. വീണ്ടും ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവർ തിരിച്ചയച്ച്. അതിലെല്ലാം മനം നൊന്നാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ വീഡിയോയിലും ആ കുട്ടി പറഞ്ഞില്ല, ഭർത്താവിനെതിരെയും വീട്ടുകാർക്കെതിരെയും ഈ അഫ്രീദിനെയും അവരുടെ വീട്ടുകാർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിന്. അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിന്. പോലീസ് അത് മുഖവിലക്ക് എടുത്തില്ല. കാരണം അതുകൊണ്ട് ഇന്ന് 2 പിഞ്ചു മക്കൾക്ക് ഉമ്മയില്ലാതായി. ഇതിലെ ഒരു ആൺ സുഹൃത്തിൻ്റെ ഒരു പങ്കിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് ഈ നിങ്ങൾ കാണുന്നത്? എങ്ങനെയാണ് ആൺ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അവൾ പോയി സ്വർണം മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആ വീട്ടിലത്തെ കബോർഡ് പൊളിച്ചിട്ടില്ല, വീട് കുത്തിപ്പൊളിച്ച് തുറന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി സ്വർണം മോഷ്ടിക്കുക? എങ്കിൽ മോഷ്ടിച്ചിന് എന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് പോലീസ് ഉന്നതമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവന്നില്ല? അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ ഭർത്താവിനെതിരെയും വീട്ടുകാർക്കെതിരെയും ഒരു ആരോപണം കുട്ടി വീഡിയോയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയത്? തീർച്ചയായും ഭർത്താവും വീട്ടുകാരും ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ രംഗത്ത് വന്നതെന്നാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളും ഭർത്താവുമാണ് താങ്ങും വേണ്ടത്. ഭർത്താവ് ഗൾഫിൽ നിന്നും വിളിച്ച് അവളെ നല്ലോണം ഭീഷണിപ്പെടുത്തിയും പിന്നെ തലാക്ക് ചെല്ലും എന്നൊക്കെ പറഞ്ഞിന്. പാവപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് ആ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല. മനം നൊന്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ ആദൂർ പോലീസും കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നൊരു ആക്ഷേപം കുട്ടി വീഡിയോയിൽ ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ആദൂർ പോലീസ് നല്ല അന്വേഷണം നടത്തിയിട്ടില്ല. ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നിലവിലെ കേസ് അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അല്ല, തൃപ്തരല്ല. ഞങ്ങൾ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പോയിന്, ആദൂർ പോലീസ് സ്റ്റേഷനിൽ പോയിന്. ഇന്നലെ ആ കുട്ടീൻ്റെ മാതാപിതാക്കളും പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവർ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഇത് ശരിയാക്കുന്നു. 2 ദിവസമല്ല, 16 ദിവസമായി ഇന്നേക്ക്. ഇതുവരെയും അതിന് അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കും DGPക്കും
കംപ്ലൈൻറ്റ് കൊടുക്കാനാണ്. കംപ്ലൈൻറ്റ് കൊടുക്കണം. എന്തായാലും ഈ പിന്നെ നിലവിൽ ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അവരുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ? ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. നമ്മളെല്ലാത്തിനും ഇതിൻ്റെ പിന്നിൽ പോകുന്നുണ്ട്. കുറേ ദിവസമായി നമ്മളൊരു പ്രകടനം നടത്തിന്, പ്രതിഷേധ പ്രകടനം കാസർഗോഡ് ടൗണിൽ. എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിന്. എന്തുകൊണ്ട് നോമ്പ് നോക്കിയിട്ട് സ്ത്രീകളും കുട്ടികളും രംഗത്ത് ആ വെയിലിൽ 12 മണി വെയിലിലാണ് ഞങ്ങൾ ഓടിയുന്നത്. അതെല്ലാം ഈ കുട്ടിക്ക് നീതിക്കും വേണ്ടിയിട്ടാണ്. ഇനിയും ഞങ്ങൾ ഇത്തരം പ്രതിഷേധ പ്രകടനമായിട്ട് മുമ്പോട്ട് പോകും. അല്ല, ഇത് സ്ത്രീകൾക്കെതിരെ നിരവധി അക്രമങ്ങൾ അതേപോലെ തന്നെയുള്ള ഒരുപാട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങൾ രംഗത്ത് വരുവാനുണ്ടായ കാരണം? ഈ ഒരു വിഷയത്തിന് മാത്രം രംഗത്ത് വരാനുണ്ടായ കാരണം മോഷണ കുറ്റം ആരോപിച്ച്, ചെയ്യാത്ത കുറ്റം ആരോപിച്ചാണ് ഈ ഒരു പിഞ്ചു കുട്ടീനെ അവർ കൊലപ്പെടുത്തിയെന്നെ പറയണം. കാരണം അവർ ഈ കുട്ടിക്ക് മരിക്കാനുള്ള ഒരു പ്രചോദനം നൽകിയിരുന്നു. ആ കുട്ടീൻ്റെ അഫ്രീദിൻ്റെ മാതാവും ഒരു അമുസ്ലിം സ്ത്രീയും അവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു 2 ദിവസം മുമ്പ്. അവർ പറഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മരിച്ചോ എന്ന് പറഞ്ഞ്, നീ മരിച്ചാൽ ഞങ്ങൾക്ക് എന്ത് പോയി എന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്താണ്? പ്രധാന ആവശ്യം യഥാർത്ഥ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. അവർക്ക് മാതൃകാപരമായ ശിക്ഷാ നടപടി കൊടുക്കണം. കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്. എന്തായാലും ഈ ജസീലയുടെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതേപോലെ തന്നെ അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുമാണ് വിമൻ ജസ്റ്റിസിൻ്റെ ജില്ലാ അധ്യക്ഷയായ ജുവൈരിയ പറയുന്നത്. എന്തായാലും ജസീല മരിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ഇവർ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലയിൽ SSLCക്ക് 20,672 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിയിൽ 38,027 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. SSLCക്ക് 150 പരീക്ഷാ കേന്ദ്രങ്ങളും ഹയർ സെക്കൻഡറിക്ക് 101 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് ഒരുക്കിയത്. SSLC ഹയർ സെക്കൻഡറി VHSE കുട്ടികൾക്ക് ഇനി പരീക്ഷാ ചൂടിൻ്റെ ദിവസങ്ങൾ. ഇന്നു മുതൽ സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. +2 പരീക്ഷ വെള്ളിയാഴ്ച തുടങ്ങും. കാസർഗോഡ് ജില്ലയിൽ 10,701 ആൺകുട്ടികളും 9,971 പെൺകുട്ടികളുമാണ് ഇത്തവണ SSLC പരീക്ഷാ ഹാളിലെത്തിയത്. പട്ടികജാതി വിഭാഗത്തിൽ 746ഉം പട്ടികവർഗ വിഭാഗത്തിൽ 1079 കുട്ടികളും പരീക്ഷ എഴുതുന്നു. SSLCക്ക് 150 പരീക്ഷാ കേന്ദ്രങ്ങളും ഹയർ സെക്കൻഡറിക്ക് 101 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് ജില്ലയിൽ ഒരുക്കിയത്. SSLCക്ക് ആദ്യ ദിനം 1ാം ഭാഷയായിരുന്നു പരീക്ഷ. സമ്മിശ്ര പ്രതികരണമാണ് ആദ്യ പരീക്ഷയെക്കുറിച്ച് കുട്ടികൾ പങ്കുവച്ചത്. ഇന്നത്തെ എക്സാം നല്ല ഈസി ഉണ്ടായി. പഠിച്ചത് തന്നെയാണ് വന്നത്. ചില ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ക്വസ്റ്റ്യൻസ് ഈസി ഉണ്ടായി. ഞാൻ ആദ്യം വിചാരിച്ച് ടഫ് ഉണ്ടാവുമെന്ന്. എക്സാം കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ടഫ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് ഇനിയുള്ള എക്സാമിന്. ഇനി അടുത്തത് ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. പരീക്ഷ കുഴപ്പമില്ല, നല്ല എഴുതി. കുറച്ച് ടഫ് ഉണ്ടായി. ചില ക്വസ്റ്റ്യൻ ഈസി പഠിച്ചല്ല പഠിച്ചിന്, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് ഒരു ടഫ് പോലെ തോന്നി. വിചാരിച്ചതിനേക്കാളും ഈസി ഉണ്ടായി. സമയം മാനേജ് ചെയ്തുകൊണ്ട് നല്ല എഴുതാൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ടഫായി ക്വസ്റ്റ്യൻസ് നല്ല ഈസി ഉണ്ടായി. ക്വസ്റ്റ്യൻസ് പഠിച്ചതെല്ലാം വന്നിനി. പിന്നെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് അറിയാത്തത് ഇങ്ങനെ വന്നിരുന്നു. അല്ല എന്നാലും എഴുതിയിരുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ പ്ലസ് കിട്ടുമെന്നറിയില്ല, എന്നാലും കിട്ടും. ഹയർ സെക്കൻഡറിയിൽ 38,027 കുട്ടികളാണ് ഇത്തവണ ജില്ലയിൽ പരീക്ഷ എഴുതുന്നത്. ഇതിൽ +1ന് 16,952 റെഗുലർ വിദ്യാർത്ഥികളും 1,382 ഓപ്പൺ വിദ്യാർത്ഥികളുമടക്കം 18,334 കുട്ടികളും, +2വിൽ 17,945 റെഗുലർ വിദ്യാർത്ഥികളും 1,784 ഓപ്പൺ വിദ്യാർത്ഥികളുമടക്കം 19,699 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. കൂടാതെ 13,372 കുട്ടികൾ +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയും എഴുതുന്നു. TIHSS നായന്മാർമൂലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നത്. 785 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷാ ഹാളിലെത്തിയത്. ഏറ്റവും കുറവ് കുട്ടികളുള്ളത് GHSS മൂഢമ്പയലിലാണ്. 17 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിലാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 542 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്.
കുറവ് GHS പെരുമ്പട്ടയിലും AVNHSS പെരിയയിലുമാണ്. 19 വീതം കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ സുഗമമായി എഴുതുവാനുള്ള മികച്ച സംവിധാനമാണ് സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ബെള്ളൂർ മുക്കടംകൊള്ളിയിലെ ചിക്കപ്പറൈ രത്നാവതി ദമ്പതികളുടെ മകൻ പ്രഭാകര റൈയാണ് മരിച്ചത്. പ്രഭാകര റൈ ഷോക്കേറ്റ് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ബെള്ളൂർ മുക്കടംകോളിയിലെ ചിക്കപ്പറൈ രത്നാവതി ദമ്പതികളുടെ മകൻ പ്രഭാകര റൈയാണ് മരിച്ചത്. മധൂർ പട്ല ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ അബ്ദുള്ള എന്നയാളുടെ വീട്ടുമുറ്റത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന സ്വിമ്മിംഗ് പൂളിലാണ് അപകടം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകടം സംഭവിച്ച കാര്യം പുറത്തറിയുന്നത്. സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണ ചുമതല മുഹാദ് എന്നയാൾക്കാണ്. പ്രഭാകര റൈ ഇയാളുടെ സഹായിയായി പ്ലംബിംഗ് ജോലിക്കായി സ്ഥലത്തെത്തിയതായിരുന്നു. മുഹാദ് വൈകുന്നേരം 4 മണിയോടെ ജോലി നിർത്തിപ്പോയി. പ്രഭാകര റൈയോടും ജോലി അവസാനിപ്പിച്ച് പോകാൻ ആവശ്യപ്പെട്ടായിരുന്നു ഇയാൾ മടങ്ങിയത്. ജോലി കഴിഞ്ഞിട്ടും പ്രഭാകര റൈ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അപകടം നടന്നത് സംബന്ധിച്ച വ്യക്തത വന്നത്. വിവരമറിഞ്ഞ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇന്നലെ രാത്രി തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈംഗികാതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് കമ്പളക്കാട് സ്വദേശി മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃക്കരിപ്പൂർ മടക്കര തുരുത്തി ഗ്രാമത്തിലെ കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായി. വയനാട് കമ്പളക്കാട് സ്വദേശി ചോലേരി ഹൌസിൽ മുഹമ്മദ് കുട്ടിയാണ് ചന്ദേര പോലീസിന്റെ പിടിയിലായത്. 2026 ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5:30 ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരിയായ യുവതി കോട്ടപ്പള്ളി മഖാമിലെത്തിയ സമയത്ത് പ്രതിയായ ഉസ്താദ് ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. വയനാട് കമ്പളക്കാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ചന്ദേര സബ് ഇൻസ്പെക്ടർ C മനോജ്, SSCPOമാരായ സജിത്ത്, ഷാജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അവയുടെ പരിഹാര നിർദ്ദേശങ്ങളുമായി കിസാൻ മേള നടത്തി. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ കശുമാവ് കർഷകരുൾപ്പെടെ പങ്കെടുത്ത കിസാൻ മേള പരിശീലന പരിപാടി കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ചില സ്കീമുണ്ട്, അതായത് KSACC എന്ന് പറഞ്ഞ കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ കാഷ്യൂ കൾട്ടിവേഷൻ കൊല്ലം, അവർക്ക് അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്രാഫ്റ്റ്, അതേപോലെ നടാനുള്ള പ്ലാന്റിംഗ് കോസ്റ്റ്, നടാനുള്ള ചെലവ്, അതൊക്കെ അവിടെ സബ്സിഡി ഒക്കെ കൊടുക്കും. ഒരു ഗ്രാഫ്റ്റ് 100 രൂപ, 40 രൂപയാണ് ഈ ഗ്രാഫ്റ്റിന്റെ വില. ബാക്കിയുള്ള 60 രൂപ നിങ്ങൾക്ക് നടാനുള്ള കൂലി അതൊക്കെ കൊടുക്കും അവിടെ സ്കീമിൽ. അഥവാ അത് വേണ്ട കർഷകർക്ക് നേരിട്ട് അധിക സ്കെയിലിൽ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ കാഷ്യൂ പ്രോജക്ട് ഓഫീസർ കുണ്ടാണ് അവിടെ ആദൂർ ഗൾഫിൽ പോയാൽ നിങ്ങളുടെ തൈകൾ ലഭ്യമാണ്. ഇപ്പോൾ വേണമെങ്കിലും ഉണ്ട്. പിന്നെ ജൂൺ മാസത്തിലാണ് നടേണ്ടത്. ഇഷ്ടം പോലെ ഇതുണ്ട്. നമുക്ക് സർക്കാരിൽ ഇപ്പോൾ അത്ര സ്കീമുകളൊന്നും ഇല്ല. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ KV സുമേഷ്, ഡോക്ടർ പാർവതി ശശിധരൻ, കൃഷിവകുപ്പ് നീലേശ്വരം AD AK ബിന്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശാസ്ത്രീയ കശുമാവ് കൃഷി എന്ന വിഷയത്തിൽ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ AV മീര മഞ്ജുഷ, കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V നിശാലക്ഷ്മി എന്നിവർ ക്ലാസ് എടുത്തു. ഫീൽഡ് വിസിറ്റും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിശ്വവിപ്ലവകാരി പാബ്ലോ നെരൂദയുടെ നാമധേയത്തിൽ പതിറ്റാണ്ടുകളായി കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായ നടക്കാവ് നെരൂദ ഗ്രന്ഥാലയത്തിന്റെ ആസ്ഥാന മന്ദിരം തുറന്നു. നടക്കാവിൽ നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് നെരൂദ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിനായി തൃക്കരിപ്പൂർ MLA M രാജഗോപാലന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും
40 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം തുറന്നു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രബോധം വളർത്തിയെടുക്കാനെല്ലാമുള്ള ഇടപെടൽ കൂടി സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി വിപുലീകരിച്ച് നടത്തേണ്ടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ അതിനനുയോജ്യമായ വിധം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒരു നാടിന്റെ പ്രകാശഗോപുരമായ ഒരു സാംസ്കാരിക അവബോധം വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഒരു നാടിനെ മുന്നോട്ട് നയിക്കാനും എല്ലാമുള്ള ഒരു പ്രകാശഗോപുരമായി ജ്വലിച്ചു നിൽക്കാൻ നമ്മുടെ നിഷ്കളങ്കമായ ഗ്രാമഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന നാട്ടിൻ പുറത്തെ വായനശാലകൾക്കും ഗ്രന്ഥാലയങ്ങൾക്കും കഴിയുന്നു എന്നതാണ്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു നാടിന്റെ ഒരു ജനതയുടെ മാറ്റത്തിന്, ഗുണപരമായ മാറ്റത്തിന്, സാമൂഹ്യ പരിവർത്തനത്തിനെല്ലാം അതിന് വഴിവിളക്കായി സഹായകരമായതാണ് നമ്മുടെ കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിലെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഗ്രന്ഥശാലകളും വായനശാലകളും എല്ലാം തന്നെ. മനുഷ്യന്റെ ബോധത്തിൽ അല്ലെങ്കിൽ അവന്റെ മനോഭാവത്തിനും അഭിരുചിയിലും സാംസ്കാരിക മണ്ഡലത്തിലെ ഇടപെടലുകൾക്കും ശാക്തീകരണം കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവന്റെ നിലപാടുകളിൽ മനുഷ്യ നന്മയെ മുൻനിർത്തിയ മാനവികതയെ മുൻനിർത്തിയുള്ള ഇടപെടലുകളിലേക്ക് അവന് കടന്നു ചെല്ലാനുള്ള വഴി തുറന്നത് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ശക്തവും യുക്തവുമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണെന്ന തിരിച്ചറിവിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സനൽ, പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം EV ചിത്ര, ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി P പ്രഭാകരൻ, ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, നെരൂദ ഗ്രന്ഥാലയം പ്രസിഡന്റ് KP അനിൽകുമാർ, സെക്രട്ടറി C മുരളി, VV സുരേശൻ, P സദാനന്ദൻ, TV രവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരോക്കെ ഗാനമേളയും പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂർ പഞ്ചായത്തിനെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന രാമൻചിറ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലെയും ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനും വഴി തുറക്കുന്നതാണ് രാമൻചിറ പാലം. ദേശീയപാതയിൽ നിന്ന് കയ്യൂരിലേക്കും മറ്റ് കിഴക്കൻ പ്രദേശങ്ങളിലേക്കും എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്ന പാലത്തിനായി ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് പാലം തുറന്നതോടെ വിരാമമായത്. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാനുതകുമെന്നത് മേഖലയ്ക്കും പുത്തൻ ഉണർവേകും. സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. കുതിരാൻ ടണൽ, മൂന്നാർ, ഗോഡിമേട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതികളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഒട്ടനവധി ഹൈവേ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T നാരായണൻ, MPV ജാനകി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജു, K രജിത, P ശശിധരൻ, P ജനാർദ്ദനൻ, KV സുധാകരൻ, സിജി കട്ടക്കയം, സണ്ണി അരമന, VV കൃഷ്ണൻ, CV വിജയരാജ്, TC അബ്ദുൾ റഹിമാൻ, KM ബാലകൃഷ്ണൻ, VP ഗോവിന്ദൻ, മമ്മു കോട്ടപ്പുറം, K ജയകുമാർ, CJ കൃഷ്ണൻ, P ദിലീപ് നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിക്കരയും ചേർന്ന് സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുജിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രവും കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിക്കരയും ചേർന്ന് സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുജിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഹക്കീം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP താക്കോൽദാനം നിർവഹിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരനായ ഉമ്മൻചാണ്ടിക്ക്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ഉമ്മൻചാണ്ടിക്ക് അന്ന് സീറ്റ് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമാണ് പുതുപ്പള്ളി അന്നും ഇന്നും. പക്ഷെ അവിടെയാണ് 970 തൊട്ട് മരിക്കുന്നവരെ ഉമ്മൻചാണ്ടി അവിടുത്തെ MLA ആയിരുന്നു. അന്ന് സീറ്റ് കിട്ടിയ 5 പേരിൽ ഒരാൾ ഉമ്മൻചാണ്ടി, 2ാമത്തെ ആൾ കൊട്ടൂർ ഗോപാലകൃഷ്ണൻ, 3ാമത്തെ ആൾ ശ്രീ AK ആന്റണി, 4ാമത്തെ ആൾ ശ്രീ AC ഷൺമുഖദാസ്, 5ാമത്തെ ആൾ കണ്ണൂർക്കാരനായ N രാമകൃഷ്ണൻ. അത് രാമകൃഷ്ണൻ മരിച്ചു, പിന്നെ കൊട്ടർ മരിച്ചു, ഷൺമുഖദാസ് മരിച്ചു,
എല്ലാവരും മരിച്ചു. ആൻ്റണി മാത്രമാണ് ഇപ്പം ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും ആ 5 പേരിൽ എല്ലാവരും മരിച്ചു. പിന്നീട് UDFിൻ്റെ കൺവീനറായി മാറിയ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, പിന്നെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. സാജിദ് മൊവൽ, PV സുരേഷ്, ധന്യ സുരേഷ്, KV ഭക്തവത്സലൻ, KA ബക്കർ, ജോമോൻ ജോസ്, രവീന്ദ്രൻ കരിച്ചേരി, KV ശ്രീധരൻ, KV ബാലകൃഷ്ണൻ മാസ്റ്റർ, അബ്ദുള്ള ചിത്താരി, CH രാഘവൻ, CK അരവിന്ദൻ, MPM ഷാഫി, രാജേഷ് പള്ളിക്കര, ചന്ദ്രൻ തച്ചങ്ങാട്, ഷക്കീല ബഷീർ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, റസാഖ് മഠത്തിൽ, ശംഭു ബേക്കൽ, രാമചന്ദ്രൻ ദേലമ്പാടി, രാജകല നാരായണൻ, സുധർമ്മ KP, സമാജ് ബാബു, ബഷീർ ദർഗാസ് കൽനാട്, ചോണായി മുഹമ്മദ് കുഞ്ഞി, അഖിലേഷ് തച്ചങ്ങാട്, മഹേഷ് തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു. കണ്ണൻ കരുവാക്കോട് സ്വാഗതവും ചന്തുക്കുട്ടി പൊഴുതാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നിവേദനങ്ങളുമായി വന്നാൽ ആദ്യം പറഞ്ഞ വികസന പാക്കേജിൽ പെടുത്തുന്നതാണ്. വികസന പാക്കേജിൽ പഠനമെങ്കിൽ അതിന് ഒരുപാട് വ്യവസ്ഥകളൊക്കെ ഉണ്ട്. വ്യവസ്ഥകളെല്ലാം ഇപ്പോൾ ഓരോന്നോരോ നയനയിൽ വരികയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ കാസർഗോഡ് വികസന പാക്കേജിന് രൂപം കൊടുത്ത ഡോക്ടർ പ്രഭാകരൻ പഴയ നമ്മുടെ കാസർഗോഡ് ജില്ലാ കളക്ടറായിരുന്നു. പിന്നെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പിരിഞ്ഞപ്പോൾ ഉണ്ടായ കമ്മീഷനാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന എന്താണെന്ന്. ദീർഘകാലമായി വളരെ അവികസിതമായി കിടക്കുന്ന ആ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ P പ്രകാശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M വിജയൻ, കൌൺസിലർമാരായ VV മണി, V അബൂബക്കർ, ഗായത്രി MV, സീമ NK, നീലേശ്വരം നഗരസഭാ കൌൺസിലർമാരായ ബീന ബാലദാസൻ, റഷീദ മുഷ്താഖ്, PV പ്രകാശൻ, നാദിറ പള്ളിവളപ്പിൽ, ശ്രീജ സത്യൻ, VV ജാനു, മുൻ കൌൺസിലർ KK ബാബു, ശബരീഷൻ A, PV ചന്ദ്രശേഖരൻ, KK വത്സലൻ, AV സത്യൻ, ഷംസുദ്ദീൻ ആവിയിൽ, L ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് നിസാം ഹലാഖ്, PTA പ്രസിഡന്റ് OV ബാബു, SMC ചെയർമാൻ പ്രദീപ് മരക്കാപ്പ്, വികസന സമിതി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് വിനീത P എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വാർഡ് കൌൺസിലർ K സുമതി സ്വാഗതം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ K രവീന്ദ്രൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDFന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നടപ്പിലാക്കാത്ത LDFന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കുകയില്ലെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9 വർഷത്തിനിടെ സംസ്ഥാനത്ത് ബാറുകൾ 30 ഇരട്ടി വർദ്ധിപ്പിച്ച് ആളുകളെ പ്രലോഭിപ്പിച്ച് കുടിപ്പിക്കുകയാണെന്നും ഇത് കൊടുംവഞ്ചനയാണെന്നും മദ്യലഭ്യതയും ഉപയോഗവും കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFന് വോട്ടില്ല എന്ന സംഘദൗത്യവുമായി സംഘ സന്ദേശവുമായി സഞ്ചരിക്കുകയാണ്. ഇത് മലബാർ മേഖല ജാഥയാണ്. 2-ാം തീയതി കോഴിക്കോട് നിന്ന് ആരംഭിച്ച് ഇന്നലെ കണ്ണൂർ സഞ്ചരിച്ച് ഇന്ന് ഇവിടെ ഈ പ്രദേശത്ത് ആണ് പരിപാടി. ഉച്ചയ്ക്ക് ശേഷം ഇരുട്ടി പേരാവൂർ കഴിഞ്ഞ് രാത്രി വയനാട്ടിലെത്തി. നാളെ വയനാട്, അടുത്ത ദിവസം കോഴിക്കോടിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടെ മലപ്പുറത്തെത്തി, പിന്നീട് പാലക്കാട്, തൃശ്ശൂരിൽ സമാപിക്കും. നാടെങ്ങും മദ്യമൊഴുക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും പടിപടിയായി കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയവരാണ്.
പടിപടിയായി കുറയ്ക്കുമെന്നുള്ള വാക്ക് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മദ്യനിരോധനം പറഞ്ഞിട്ടില്ലെന്നാണ്. അതാണ് മദ്യനിരോധനം. 2005 ഫെബ്രുവരി 5-ാം തീയതി വിജയരാജൻ ഉണ്ണി സെക്രട്ടേറിയറ്റ് ഗവർണർ ഒപ്പിട്ടിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും മദ്യവ്യാപനത്തിന് കൂട്ടുനിന്ന സർക്കാർ ഏറ്റവും ഒടുവിൽ 232 447 വകുപ്പുകൾ റദ്ദ് ചെയ്തും ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും മദ്യശാലകൾ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ വർദ്ധിപ്പിച്ച് രാത്രി 12 മണിവരെയാക്കിയെന്നും സംസ്ഥാനത്തെ ബാറുകളിൽ ഇപ്പോൾ വിൽക്കുന്നതിൽ വലിയൊരു പങ്ക് കണക്കിൽപ്പെടുത്താത്ത നികുതി അടയ്ക്കാത്ത മദ്യമാണെന്നും പരിശോധനയോ കേസെടുക്കലോ നടത്താതെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഈ നിയമലംഘനത്തിന് സഹായം ചെയ്യുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ മുറിയിൽ ഇന്നത്തെ ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ചതിയുടെ കഥ കൂടി പറഞ്ഞു അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ഇ.ടി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 സമരങ്ങളിലൂടെ 2 ആവശ്യങ്ങൾ മാത്രമേ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞു 232 447 വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ജനാധികാര വകുപ്പുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. ഇതാണ് ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത്തത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ, അതായത് വിദ്യാലയങ്ങളിലെ ലക്ഷക്കണക്കിൽ വരുന്ന വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ രാസലഹരികൾക്ക് അടിമകളാകാതിരിക്കാൻ, മദ്യലഹരിക്ക് അടിമകളാകാതിരിക്കാൻ നിങ്ങളുടെ ഗിമ്മിക്കുകൾ ഒന്നും മതിയാവുകയില്ല. വാർത്താ സമ്മേളനത്തിൽ മദ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ.എച്ച്. കുഞ്ഞികൃഷ്ണൻ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ, സ്റ്റേറ്റ് സെക്രട്ടറി സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത്, ജില്ലാ പ്രസിഡന്റ് എം.പി. ജോസഫ്, സെക്രട്ടറി രാമകൃഷ്ണൻ മോനാച്ച എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി കുടുംബം. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തി. ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ഷാഹിന സലീം. ഉന്നതതല അന്വേഷണം വേണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജുവൈരിയ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ആദ്യദിന പരീക്ഷയ്ക്ക് സമ്മിശ്ര പ്രതികരണം. കാസർഗോഡ് മധൂരിൽ സ്വിമ്മിംഗ് പൂളിലെ ജോലിക്കിടെ ഷോക്കേറ്റ് പ്ലംബിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ബെള്ളൂർ മുക്കടങ്കോളിയിലെ പ്രഭാകര റയ്യാണ് മരിച്ചത്. ലൈംഗികാതിക്രമ കേസിൽ ഉസ്താദ് അറസ്റ്റിൽ. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ കിസാൻ മേള നടത്തി. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പദ്ധതി തച്ചങ്ങാട് സ്കൂളിലെ വിഷ്ണുജിത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.